Hi, good morning to all. Today I focused on the topic monophthong. Monophthong or pure vowels or primary vowels. Mono means single, phthong means sound. So, monophthong means single sound. Once again, mono means single, phthong means sound. So, monophthong means single sound. For example, etc. These are examples of monophthongs. Another name is primary vowels or pure vowels. Okay, there are 12 pure vowels. These things in your textbook, page number 14. Monophthong, about monophthong, pure vowels. Next, diphthongs. Diphthongs means, di means double, phthong means sound. So, diphthong means combination of two vowel sound. That means combination of two vowels. A, E combined and pronounced as I, A, E pronounced as A. These are example of diphthongs. Diphthong means di means double, phthong means sound. So diphthong means combination of two vowel sound. രണ്ട് വവൽ സൗണ്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു ഡിഫ്തോങ് ഉണ്ടാക്കുക. അപ്പോൾ പ്യുവർ വവൽസ് രണ്ട് പ്യുവർ വവൽസിനെ ആഡ് ചെയ്തിട്ടാണ് ഒരു ഡിഫ്തോങ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഡിഫ്തോങ്ങും പ്യുവർ വവൽസൊക്കെ, ഡിഫ്തോങ്ങും മോണോഫ്തോങ്ങും ഒക്കെ എന്താണ്, വവൽ സൗണ്ടാണ്. ഹൗ മെനി വവൽ സൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്, 20 വവൽ സൗണ്ടാണ്. അതിലെന്ത് പെടും, പ്യുവർ വവൽസ് ആയിട്ടുള്ള മോണോഫ്തോങ്സും പെടും, ഡിഫ്തോങ്സും പെടും. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ഐ, എ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ്, keep in mind, use only small letter to represent each sounds in phonetics and write sounds like this m, n, t in that means use slash to write phonemes. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. എന്താ, നമ്മൾ ഫോണറ്റിക്സിൽ ഇപ്പോൾ നമ്മൾ 44 ഫോണീംസ് പഠിക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ട് അടുത്ത ക്ലാസ് മുതൽ പഠിപ്പിക്കും. അപ്പം അതിന് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഫൊണീം എന്നുള്ള സംഭവം, അപ്പം മ, ന്, ക്ക്, ട്, ആ, ഇ, ഉ ഇതൊക്കെയാണ് സൗണ്ട്സ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ സ്ലാഷിൻ്റെ ഉള്ളിൽ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതണം. സ്ലാഷ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതാം. നിങ്ങളെ ബുക്കിൽ പേജ് നമ്പർ 14 ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം, ഫോണീംസ് ഒക്കേഴ്സ് ഇൻ 3 പൊസിഷൻസ്. Phonemes occurs in 3 positions: initial position, medieval position and final position. Once again, phonemes occurs in 3 positions. Initial position means first position, medieval position means central position and final position means last position. മനസ്സിലായോ? ഇതിൽ ഫോണീം ഓരോ സൗണ്ടുകളും 3 രൂപത്തിലൊക്കെ അറിയും. അത് ഫസ്റ്റ് വരുന്നതിന് നമ്മൾ ഇനീഷ്യൽ സൗണ്ട് എന്ന് പറയും. അത് സെക്കൻഡിൽ അല്ലെങ്കിൽ സെൻട്രൽ വരണത് നമ്മൾ എന്തായാലും മീഡിയവൽ പൊസിഷൻ എന്ന് പറയും. ലാസ്റ്റ് വരെ നമ്മൾ ഫൈനൽ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ടേക്ക് എന്നുള്ള വേർഡ്, ടേക്ക്, അതിൽ ഫസ്റ്റ് ഫോണീം എന്താണ്, ട് ആണ്. അത് ഇനീഷ്യൽ സൗണ്ടാണ്. ട് ഈസ് ദ ഇനീഷ്യൽ സൗണ്ട്. എ എന്നുള്ളത് മിഡീവൽ സൗണ്ടാണ്. ക്ക് എന്നുള്ളതാണ് ഫൈനൽ സൗണ്ടാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിച്ച്, റ് എന്താണ്, ഇനീഷ്യൽ സൗണ്ടാണ്. ഇ എന്താണ്, മിഡീവൽ സൗണ്ടാണ്. ച് എന്താണ്, ഫൈനൽ സൗണ്ടാണ്. വേറെ കുറച്ച് വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ്, ഇതിൽ എസ് എന്താണ്, ഇനീഷ്യൽ പൊസിഷനാണ്. ട് എന്താണ്, ഫൈനൽ പൊസിഷനാണ്. ബുവും എന്നുള്ള സൗണ്ട് എന്താണ്, മിഡീവൽ പൊസിഷൻസാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഒരു ഇങ്ങനെ ചോദിക്കും, ടോൾ എന്നുള്ള വേർഡിൽ, TALL, ടോൾ എന്നുള്ള വേർഡിൽ ഫൈനൽ വവൽ ഏതാണ്?
അപ്പോൾ നമ്മൾ ഒറ്റ ടോൾ എന്നുള്ള ല് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ടോൾ TALL അല്ലേ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫോണിറ്റിക്സിൽ എഴുതുമ്പോൾ ഒരു എല്ല് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പഠിപ്പിച്ചു തരും, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം വേറെ ഏത് ആണെങ്കിലും ഇപ്പം പെപ്പർ അല്ലെങ്കിൽ പെപ്പർ ഇതൊക്കെ ആണെങ്കിൽ ഡബിൾ പി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പി ഇട്ടാൽ മതി. ഓക്കെ, അതും ഫോണിറ്റിക്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടുഡേ ഐ വൈൻഡ് അപ്പ് class. Next class onwards we have to learn about vowel sound, consonant sounds. Thank you.